എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഹപ്പോംസിനെയും ഡ്രേക്കിനെയും കാണിക്കും. ഹപ്പോം ആണെങ്കിൽ ഇപ്പൊ ഡ്രേക്കിനോട് പറയും, ലൂഫി ഇത്രയും പവർഫുൾ ആണെന്ന് ഞാൻ കരുതിയില്ല. മാത്രമല്ല ആ സാമുറൈസും യൂസ്റ്റസും എല്ലാവരും ചേർന്ന് ഇപ്പൊ കൈഡോയുടെ ആൾക്കാരെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഗസ് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ലൂഫിയും ടീമും ചേർന്ന് കൈഡോയെയും അവന്റെ ടീമിനെയും ഇല്ലാതാക്കും. വേണമെങ്കിൽ നമുക്കും അതിനുവേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് ലൂഫി ടയേർഡായിരിക്കുന്ന ഗ്യാപ്പിൽ നമുക്ക് ലൂഫിയെ തല്ലിക്കൊന്ന് ഈ ഒരു വാനോ കിങ്ഡം മുഴുവനായിട്ടും ടേക്ക് ഓവർ ചെയ്യാം. എന്റെ കയ്യിൽ പവർഫുൾ ആയിട്ടുള്ള ഇതുപോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. സോ നമ്മുടെ പുതിയ ടീം അത് ക്രിയേറ്റ് ചെയ്ത് എംപറർ സ്ഥാനത്തേക്ക് നമുക്ക് വരാമെന്ന് പറയും. ഡ്രേക്ക് ആണെങ്കിൽ അത് കേട്ട് ചിരിക്കും. ഹപ്പോംസിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. എനിക്കറിയാമായിരുന്നു നീ ഇതിന് ഓക്കെ പറയുമെന്ന്. എന്നും എപ്പോഴും ഒറ്റക്കെട്ടല്ലേ, സോ നമുക്കൊരു പുതിയ ടീം അത് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയും. അതിന് ഡ്രേക്ക് പറയും, ഞാൻ നിന്നോടൊപ്പം ചേരാമെന്ന് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. വെറുതെ പകൽക്കിനാവ് കാണുകയാണ്. അത് കേട്ട് ഹപ്പോംസിനാണെങ്കിൽ വല്ലാത്ത നാണക്കേട് തോന്നും. അടുത്ത നിമിഷം ഡ്രേക്ക് ആണെങ്കിൽ ചാടി വന്ന് അവനെ അറ്റാക്ക് ചെയ്യാണ്. നിന്നോടൊപ്പം ടീം ചേരുന്നതിലും നല്ലത് ഞാൻ സൂയിസൈഡ് ചെയ്യുന്നതാണ്. ആക്ച്വലി ലൂഫി പറഞ്ഞതനുസരിച്ച് നമ്മളെപ്പോലുള്ള ചോട്ടാ മോട്ടാ വില്ലന്മാരെ ഇല്ലാതാക്കുക എന്നതാണ് എന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ് ഡ്രേക്ക് അവനെ അറ്റാക്ക് ചെയ്യും. ഹപ്പോംസ് ആണെങ്കിൽ ഹായ് ആയിട്ട് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഡ്രേക്ക് ആണെങ്കിൽ ചെവികൊത്തി അവനോട് പറയും, നിന്റെ അറ്റാക്കിംഗ് സ്റ്റൈലും അതിന്റെ ലിമിറ്റേഷൻസും അതെല്ലാം തന്നെ എനിക്ക് കറക്റ്റായിട്ട് അറിയാം. സോ എൻ്റെ അടുത്ത് നിന്റെ അറ്റാക്സ് ഒന്നും തന്നെ വിലപ്പോവില്ല. അത് കേട്ട് ഹപ്പോംസിനാണെങ്കിൽ ഒരു കനത്തടി കിട്ടിയ പോലെ തോന്നും. എൻ്റെ അറ്റാക്കിൽ നിന്ന് മാത്രമേ നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂ, പക്ഷേ എൻ്റെ അസിസ്റ്റൻസ് അവരുടെ അറ്റാക്കിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. ഞാൻ നിനക്ക് തന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് നീ തട്ടിത്തെറിപ്പിച്ചതെന്ന് പറഞ്ഞ് അവൻ്റെ അസിസ്റ്റൻസ് ആ ജയൻസിനെ അവന് നേരെ അയക്കുകയാണ്. അങ്ങനെ ഡ്രേക്കും കപ്പോപ്സിന്റെ അസിസ്റ്റൻസും അവർ രണ്ട് ടീമും പമ്പൻ ആയുധങ്ങളും ആക്ഷനും ഒക്കെ ഇട്ട് പൊരിഞ്ഞ പോരാട്ടം. അടുത്ത നിമിഷം നമ്മുടെ കൈഡോയുടെ മകള് അവളാണെങ്കിൽ ഡോർ അങ്ങനെ തല്ലി തകർത്ത് അവിടേക്ക് ചാടി വീഴാണ്. ആക്ച്വലി എല്ലാം ഉള്ള ആ അണ്ടർഗ്രൗണ്ടിന്റെ എൻട്രൻസിലാണ് ഇവർ ഫൈറ്റ് ചെയ്യണേ. അവളെ കണ്ട് ഇപ്പൊ അവരെല്ലാവരും അണ്ടറടിക്കും. ഹപ്പോംസിനാണെങ്കിൽ അവളെ കാണുമ്പോൾ ഒരുപാട് ആശ്വാസം. കാരണം അവന് നന്നായിട്ട് അറിയാം അവൾ കൈഡോയ്ക്കെതിരായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന്. സോ ഡ്രേക്കിന്റെ അടുത്ത് അവന്റെ ഐഡിയ വിലപ്പോയില്ല. ആയിട്ടൊരു അലയൻസ് ക്രിയേറ്റ് ചെയ്ത് ആദ്യം കൈഡോയെ തല്ലിക്കൊല്ലാന്ന് അവനൊരു ഐഡിയ ഉണ്ടാവും. അവനാണെങ്കിൽ ഇപ്പൊ അവളുടെ മുൻപിലേക്ക് വന്ന് അവളോട് കാര്യം പറയാൻ ശ്രമിക്കും. അവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, മാറി നിൽക്ക്, എനിക്ക് അത്യാവശ്യമായിട്ട് ബേസ്മെന്റിലേക്ക് പോകണം. നീ വിചാരിക്കും പോലെ ഞാൻ കൈഡോയുടെ മകളാണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ഫൈറ്റ് ചെയ്യാനല്ല ഇവിടേക്ക് വന്നത്. കൈഡോ അവൻ എൻ്റെ ശത്രുവാണെന്ന് അവൾ തീർത്തു പറയും. അത് കേട്ട് ഹപ്പോംസിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. എനിക്ക് നന്നായിട്ട് അറിയാം, അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും അവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. നീയുമായിട്ടൊരു അലയൻസ് ക്രിയേറ്റ് ചെയ്യാനോ നിന്നെ ഹെൽപ്പ് ചെയ്യാനോ ആണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനവള് അവനെ നോക്കി ചിരിച്ചു കാണിച്ച് നല്ല കാര്യം എന്ന് പറഞ്ഞ് ആഞ്ഞൊരടി. ആ ഒരു അടിയിൽ അവൻ അടുത്ത ഡോറ് തകർത്ത് തെറിച്ച് വീഴുകയാണ്. നീ നല്ല കാര്യമാണ് ചെയ്യുന്നത്, എൻ്റെ ഫുൾ സപ്പോർട്ടും അതിനുണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ട് അണ്ടർഗ്രൗണ്ടിലുള്ള ആ വെപ്പൻസുകൾ അതെല്ലാം ഇവിടുന്ന് മാറ്റണം. അതല്ല എങ്കിൽ വലിയ ദുരന്തം ഉണ്ടാവുമെന്ന് പറയും. ഡ്രേക്കിനാണെങ്കിൽ ഏകദേശം കാര്യം പിടികിട്ടും. ഹോംസിനാണെങ്കിൽ ചത്താ മതിയെന്നാവും. കാരണം അവന്റെ അലയൻസ് പ്ലാൻ അത് മാത്രം ഇപ്പൊ നടക്കുന്നില്ല. അടുത്ത നിമിഷം ഒരു മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ അവളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. എല്ലാവരും വണ്ടറടിച്ച് അവനെ തന്നെ നോക്കും. പക്ഷെ അവൾക്കാണെങ്കിൽ അവനെ അറിയാം. അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഇപ്പൊ കാഷ്വലായിട്ട് സംസാരിക്കും. ആ ഒരു ജയന്റ് മോൺസ്റ്റർ അവളോടൊപ്പം പോകുന്നത് കണ്ട് ഹപ്പോംസിന്റെ കൺട്രോൾ പോവും. ഓ നോ, അവൻ എത്രയും വേഗം തിരികെ പിടിക്കണമെന്ന് പറഞ്ഞ് അവൻ ബാക്കിയുള്ള ജയൻസുമായി അവന്റെ പിന്നാലെ പോവും. ഉടനെ ഡ്രേക്ക് ആണെങ്കിൽ ഹപ്പോംസിനെ പിടിക്കാനായിട്ട് അവന്റെയും പിന്നാലെ പോവും. കട്ട് ചെയ്ത ഇവിടെ CP9 മെമ്പേഴ്സും മിൻസുകളും അവർ രണ്ട് ടീമും നേർക്ക് നേർതെന്ന് ഫൈറ്റ് ചെയ്യാണ്. CP9 ടീമാണെങ്കിൽ സിംഗിൾ ഫിംഗർ കൊണ്ട് ആ മിൻസുകളെ അറ്റാക്ക് ചെയ്ത് തെറിപ്പിക്കും. അവനാണെങ്കിൽ ആരോഗ്യമില്ല, അവളെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. ബ്രൂക്ക് ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് എടുത്ത് അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. അതുകൊണ്ട് മിൻസ് പറയും, നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല, നിങ്ങൾ ഒരു കാരണവശാലും ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല, അത് വലിയ അപകടമാണ്, ഇവിടുന്ന് സേഫ് ആയിട്ട് പോകണം. അത് കേട്ട് അവരാണെങ്കിൽ അവിടുന്ന് ഉഷാറായിട്ട് ഓടുകയാണ്. മിൻസുകൾ അവരെ കൊണ്ട് പറ്റും പോലെ ആ സോൾജേഴ്സിനെ തടയും. ബ്രൂക്കിനാണെങ്കിൽ അവരാരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവില്ല. അതിന് റോബിൻ പറയും, അവരാണ് CP0 നേവി ടീമുകൾ. നേവി ടീം അവരാണ് നേവിയിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ. അത് കേട്ട് ബ്രൂക്ക് ഷോക്കാവും. അവൾ മുൻപോട്ടേക്ക് ഓടുന്തോറും ഓരോരോ മിൻസുകൾ രക്ഷിക്കാനായിട്ട് അവരുടെ ജീവൻ എല്ലാം തന്നെ സാക്രിഫൈസ് ചെയ്യാണ്. റോബിനാണെങ്കിൽ വേറെ വഴിയില്ല, അവളതെല്ലാം കേട്ടും കണ്ടും സഹിച്ച് മുൻപോട്ടേക്ക് പോകും. തൂക്കാണെങ്കിൽ ഇപ്പൊ റോബിനെ തൂക്കിയെടുത്ത് അങ്ങനെ ഉഷാറായിട്ട് ഓടും. കട്ട് ചെയ്ത ഇവിടെ സാഞ്ചി അവനാണെങ്കിൽ ടെൻഷനായിട്ട് ഓടുകയാണ്. കാരണം ഇത്രയും വലിയ സ്ക്വാഡ് അവന്റെ മുഖത്ത് ആഞ്ഞടിച്ചിട്ടും അവനെ യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഒരുപാട് ബുള്ളറ്റ്സ് കൊണ്ടിട്ടും അവൻ ഹായ് ആയിട്ട് മുൻപോട്ടേക്ക് പോവാണ്. എനിക്ക് എന്തോ സംഭവിക്കുന്നുണ്ട്, ഞാനും ഇപ്പോൾ ആയി തീരുവും ചിന്തിച്ച് അവനങ്ങനെ ടെൻഷൻ അടിച്ച് ഓടി വരുമ്പോഴായിരിക്കും ഓപ്പോസിറ്റ് ഒരു കുഞ്ഞു പെണ്ണ് നിലവിളിച്ച് കരയുന്നതായിട്ട് അവൻ കേൾക്കുക. അല്പസമയം കഴിയുമ്പോൾ അവൻ അവളുടെ ശബ്ദം കേൾക്കാതായി
മാറും. മാത്രമല്ല ക്വീൻ അവൻ്റെ മുൻപിൽ നിന്ന് നീ ജെറമിയ 66ന്റെ മകനാണെന്ന് പറയുന്നതായിട്ട് അവന് തോന്നും. മുഴുവനായിട്ട് കൺട്രോൾ പോയ സാഞ്ചിയാണെങ്കിൽ അവൻ്റെ കൈ ചുരുട്ടി ഞെട്ടിക്കുകയാണ്. ആ ഒരു ഇടി അത് ആ പെൺകുട്ടിയുടെ മുഖത്തായിരിക്കും വന്ന് കൊള്ളുക. അവൾ തെറിച്ചു പോകുന്നത് കണ്ട് സാഞ്ചി അങ്ങനെ ഫ്രീസായി നിൽക്കുന്നതോട് കൂടെ സാഞ്ചിയാണെങ്കിൽ പെട്ടെന്ന് കോൺഷ്യസ് ആയി അവളുടെ അടുത്തേക്ക് വന്ന് മാപ്പ് പറയാണ്. ഐ എം സോറി, എനിക്ക് അറിയാതെ പറ്റിയ ഒരു കയ്യബദ്ധമാണ്. ആ പെൺകുട്ടിയാണെങ്കിൽ കണ്ട് പേടിച്ച് ദൂരേക്ക് മാറുകയാണ്. കാരണം സാഞ്ചി അടിച്ച അടിയിൽ അവളുടെ തല തകർന്ന് ബ്ലഡ് പുറത്തേക്ക് വരികയാണ്. ചുറ്റുമുള്ളവരെല്ലാവരും ആയുധങ്ങളൊക്കെ എടുത്ത് സാഞ്ചിക്ക് നേരെ വരും. യു ആർ അൺബിലീവബിൾ, നീ ആ പൈററ്റ് ടീമിലെ ഒരു മെമ്പർ അല്ല. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഒരു പാവം പെൺകുട്ടിയെ തരത്തിൽ അറ്റാക്ക് ചെയ്യും ചോദിച്ച് അവരാണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആവുകയാണ്. സാഞ്ചിക്കാണെങ്കിൽ അതിൽ യാതൊരു കുഴപ്പമില്ല. അവൻ ഇതുപോയ തെറ്റിനെ കുറിച്ച് ഓർത്തുള്ള കുറ്റബോധം മാത്രമാണ് അവനിപ്പോൾ ഉള്ളത്. അവൻ വീണ്ടും വീണ്ടും പറയും ഐ എം സോറി, എനിക്കറിയാതെ പറ്റിയതാണ്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചതെന്ന് പറയും. പക്ഷെ അവരാണെങ്കിൽ അവൻ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ തയ്യാറാവാതെ കയ്യിലുണ്ടായിരുന്ന കുപ്പിയും പ്ലാസ്റ്റിക്കും ബാഗും ആയുധങ്ങളും എല്ലാം തന്നെ സാഞ്ചിക്ക് നേരെ വലിച്ചെറിഞ്ഞ് അവനെ ആ ഒരു റൂമിൽ നിന്ന് പുറത്താക്കി അവർ വാതിലടയ്ക്കും. സാഞ്ചിക്കാണെങ്കിൽ എന്തു പറയണമെന്ന് അറിയില്ല. ഓൾറെഡി ആ ഒരു പവർ അത് അവന്റെ ബോഡിയിൽ വന്ന ഷോക്കിലാണ് സാഞ്ചി. മാത്രമല്ല ഇപ്പൊ അവൻ ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചു. അവൻ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അങ്ങനെ നെഞ്ച് തകർന്ന് കരയാണ്. അവനെ കൊണ്ട് അത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. സാഞ്ചിയാണെങ്കിൽ വീണ്ടും വീണ്ടും അവൻ്റെ ബ്രദേഴ്സിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അവർക്കാണെങ്കിൽ ആരോടും യാതൊരു വിധത്തിലുള്ള കരുണയും ഇല്ല. എല്ലാവരോടും വളരെ ബ്രൂട്ടലായിട്ടാണ് അവർ പെരുമാറാറ്. അവിടെ ഉണ്ടായിരുന്ന കുക്ക് പെൺകുട്ടി അവളോട് പോലും വളരെ മോശമായിട്ട് അവർ പെരുമാറി. അതിനെ ചൊല്ലി സാഞ്ചി അവരോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. പിന്നീട് അവർക്ക് എല്ലാവർക്കും സാഞ്ചിയും ഒരു ശത്രുവായി മാറി. ഗ്യാപ്പ് കിട്ടുമ്പോഴെല്ലാം അവനെ ഉപദ്രവിച്ച് തുടങ്ങി. അവരുടെ അച്ഛൻ വിൻസ്മോക്കിന്റെ ഓർഡേഴ്സ് അതനുസരിച്ച് വളരെ ബാഡായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യാറുള്ളൂ. അവരെ പോലെ ഞാൻ ഒരിക്കലും ആകാൻ പാടില്ല. പെൺകുട്ടി സഹായത്തിന് വിളിച്ചപ്പോൾ എന്തുകൊണ്ട് ഞാനത് കേട്ടില്ല? എന്തിന് ഞാൻ ആ പെൺകുട്ടിയെ തല്ലി? എൻ്റെ അടിയിൽ അവളുടെ തല തകർന്ന് ചോര വന്നു. എന്നെ കണ്ട് അവൾ പേടിച്ചകന്നു മാറി എന്നൊക്കെ ചിന്തിച്ച് അവനങ്ങനെ വിഷമിച്ച് ടെററായിട്ട് നിൽക്കുമ്പോഴായിരിക്കും തൊട്ടു മുൻപിൽ നമ്മുടെ കടന്നു വരിക. ക്വീൻ ആണെങ്കിൽ വീണ്ടും വീണ്ടും സാഞ്ചിയെ പരിഹസിക്കുകയാണ്. നീ ഒറ്റയടിയിൽ ഒരു പാവം പെൺകുട്ടിയെ തകർത്ത് കളഞ്ഞല്ലേ? വാവ്, 66ന്റെ പവർ അത് ശരിക്കും വേറെ ലെവലാണ്. നീ ആ സ്യൂട്ട് ഇട്ട് എന്നോട് ഫൈറ്റ് ചെയ്യ്, നിന്റെ യഥാർത്ഥ എബിലിറ്റി അതെനിക്ക് നേരെ കാണിക്കുമെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും സാഞ്ചിയെ വെറുപ്പിച്ച് സാഞ്ചിയെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. സാഞ്ചിയാണെങ്കിൽ ഒരു നിമിഷം ആ ഒരു ടിന്ന് കയ്യിലെടുക്കും. അതിനുശേഷം ലൂഫി അവനെ വിളിച്ച കാര്യങ്ങൾ ഓർക്കുകയാണ്. ആദ്യമായിട്ട് അവന്റെ കപ്പലിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്, അവരെ വിട്ടുപോയതിനു ശേഷം ബിഗ് മോമിന്റെ ഐലാൻഡിലേക്ക് ചെന്ന് അവന് വേണ്ടി ഫൈറ്റ് ചെയ്ത് അവന് വേണ്ടി യാചിച്ചതും കണ്ണി കടന്നതും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആലോചിക്കുകയാണ്. സാഞ്ചി ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ആ ടിന്നിലേക്ക് നോക്കും. എനിക്കിത് ലൂഫിക്ക് വേണ്ടി ചെയ്തേ പറ്റൂ, തീർച്ചയായിട്ടും ഇതിനാണ് എനിക്ക് ഇമ്പോർട്ടന്റ്. അവനെ കിങ് ഓഫ് ദ പൈററ്റ് ആക്കി മാറ്റാൻ ഞാനത് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും ആ സ്യൂട്ട് ധരിക്കാനായിട്ട് തയ്യാറാവും. പിന്നാണെങ്കിൽ ഭയങ്കര ആവേശം. കാരണം അവൻ ഇത്രയും സമയം ആഗ്രഹിച്ചതാണ് ഇപ്പോൾ സാഞ്ചി ചെയ്യാനായിട്ട് പോകുന്നത്. കമോൺ, ഞാൻ ഇതിനു വേണ്ടിയാണ് ഇത്രയും നേരവും വെയിറ്റ് ചെയ്തിരുന്നത്. അതിന് സാഞ്ചി പറയും, ഞാൻ ഒരിക്കലും സ്മോക്ക് ഫാമിലിയിലെ ഒരു മെമ്പർ ആവാൻ ആഗ്രഹിച്ചിരുന്നില്ല. ആക്ച്വലി ഞാൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ സയന്റിഫിക്കലി എന്നെ നിർമ്മിച്ചതാണ്. ഞാനൊരു ഫെയിലിയർ ആയിരുന്നു. തന്നെ ജീവിക്കാനാണ് എനിക്കിഷ്ടം. സാഞ്ചിയായി എൻ്റെ ഉള്ളിലുള്ള പവർ അതുപയോഗിച്ച് ഞാൻ ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ ആ ഒരു ക്യാൻ അത് താഴെയിട്ട് അങ്ങനെ ചവിട്ടി പൊട്ടിക്കും. പിന്നാണെങ്കിൽ അത് കണ്ട് ഒരു സെക്കൻഡ് അവൻ്റെ ഹാർട്ട് ബീറ്റ് തന്നെ നിന്ന് പോവാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് സോറോ, അവനാണെങ്കിൽ ഇപ്പൊ കിങ്ങുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അപ്പോഴായിരിക്കും പോക്കറിലുണ്ടായിരുന്ന ഒരു സ്നെയില് അതങ്ങനെ റിങ് ചെയ്യുക. അവൻ ഷോക്കായിട്ട് ആ സ്നെയിലിലേക്ക് നോക്കും. ആക്ച്വലി അങ്ങനെ ഒരു സ്നെയില് അവൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നത് അവൻ അറിഞ്ഞിട്ടില്ല. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യും. ഓപ്പോസിറ്റ് മറ്റാരുമല്ല, സാക്ഷാൽ സാഞ്ചി ആണെങ്കിൽ സോറോട് പറയും, നമ്മൾ എത്രയും വേഗം ഈ വില്ലന്മാരെ മുഴുവൻ കൊല്ലണം. ാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. ഞാനിവിടെ ഡാൻസ് കളിക്കുകയല്ല, മറിച്ച് വില്ലന്മാരെ എല്ലാവരെയും കൊന്നൊടുക്കുകയാണ്. സാഞ്ചി ആണെങ്കിൽ വീണ്ടും സോറയോട് പറയും, എല്ലാവരെയും കൊന്നതിന് ശേഷം എൻ്റെ കൺട്രോൾ പോവുകയാണെങ്കിൽ നീ എന്നെയും കൊല്ലണം. അതിന് സോറോ ആണെങ്കിൽ കാഷ്വലായിട്ട് പറയും, തീർച്ചയായിട്ടും അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. സോ അതുവരെ നീ മറ്റാരുടെയും കൈകൊണ്ട് മരിക്കാൻ പാടില്ല എന്ന് പറയും. സാഞ്ചിക്കാണെങ്കിൽ അത് കേട്ട് വലിയൊരു ഞെട്ടൽ. സാഞ്ചിയാണെങ്കിൽ കോൾ കട്ട് ചെയ്ത് സ്നെയിൽ അവൻ്റെ പോക്കറ്റിലിടും. അടുത്ത നിമിഷം അവനങ്ങനെ ഫ്ലൈ ചെയ്ത് കറങ്ങി കാല് മാത്രമല്ല ബോഡി മുഴുവൻ വയറാക്കി മാറ്റി ആ ക്വീനെ ആഞ്ഞൊരടി. ആ ഒരു അടിയിൽ അവൻ്റെ കഴുത്തിൻ്റെ ഭാഗം തകരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും